KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നു. പുതിയ KPCC പ്രസിഡന്റ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി കെ സുധാകരൻ്റെ പ്രതികരണം വന്നത്. തനിക്ക് അനാരോഗ്യമെന്ന് ചില ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. അതേസമയം ആന്റണിയെ KPCC അധ്യക്ഷനാക്കി ഉടൻ പ്രഖ്യാപനം ഇറങ്ങിയേക്കുമെന്ന സൂചന വരുന്നു. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിൽ AICC നേതൃത്വത്തിൽ ചർച്ച സജീവമായിരിക്കെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കെ സുധാകരന്റെ നീക്കം. പ്രചാരണങ്ങൾ ശരിയല്ലെന്നും തന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ലെന്നുമുള്ള കെ സുധാകരന്റെ പ്രതികരണത്തിൽ നേതൃത്വം പ്രതിരോധത്തിലായി. തനിക്ക് അനാരോഗ്യമെന്നത് തെറ്റായ പ്രചരണമാണെന്നും ഇടതു സർക്കാരിനെ ഇറക്കിയേ താൻ പോകൂവെന്നും സുധാകരൻ പറയുന്നു. UDF അധികാരത്തിലെത്തുന്നതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ആവശ്യമെന്ന് കെ സുധാകരൻ 24-നോട് പറഞ്ഞു. ആരും എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല. എൻ്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകന്മാർ. ഇടതുപക്ഷത്തെ ഇറക്കുക, പിണറായി വിജയൻ്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. അത് ചെയ്തേ ഞാൻ അടങ്ങും. ആഗ്രഹമല്ല, ആവശ്യം. എന്നാൽ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള ചർച്ചകൾ നേതൃത്വത്തിൽ സജീവമാണ്. ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേരുകളാണ് പരിഗണനയിൽ. അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ആന്റണി. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഓരോ അറിയിപ്പും എനിക്കിത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. എന്നാൽ കെ സുധാകരനുള്ള പിന്തുണ ആവർത്തിച്ച് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി. ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ്. പദവി ഒഴിയാൻ കെ സുധാകരൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഹൈപ്പവർ കമ്മിറ്റിയെ രൂപീകരിക്കാനാണ് ആലോചന. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം എന്ന ചർച്ചകൾ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം.